ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മൺട്രോത്തുരത്തിലാട്ടോ. അമ്മയൊക്കെ ആണെങ്കിൽ നാളെ പോവുക, സാവിത്രി അമ്മയും അച്ഛനെല്ലാം നാളെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഇവിടെ എല്ലാം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾ വന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ ആണെങ്കിൽ അച്ഛനുണ്ട്, നമ്മുടെ പ്രിൻസുണ്ട്, പ്രിൻസിയുണ്ട്, അമ്മയുണ്ട്, ഗബ്രൂട്ടനുണ്ട്. അവർ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് പ്രിൻസേ? ഹലോ പ്രിൻസിക്ക. പ്രിൻസിനാണെങ്കിൽ മീനിന്റെ പ്രാന്താട്ടോ, ചൂണ്ടയിടാനുള്ള പ്രാന്തൊക്കെയാ. വേണ്ട പോക്കറ്റ് ചൂണ്ടയും കൊണ്ട് നടക്കുന്ന ആളെ കണ്ടോ? വേണ്ട ഇതൊന്നും നോക്കണ്ട. ആയോട് മൈക്ക് ബാഗിലാ. നമ്മുടെ ഗബ്രൂട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര സന്തോഷമായി കേട്ടാ. അവൻ ഇങ്ങനെയാണെങ്കിൽ കൈ കാണിക്ക, ഡോറ പയ്യെ നടന്നു വരിക കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുന്നതൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് സ്പീഡിൽ നടക്കായിരുന്നു. ഇപ്പം ഒരുപാടായതുകൊണ്ട് അത്യാവശ്യം സ്പീഡ്. ഇംഗ്ലീഷ് മരുന്ന് നിർത്തിയപ്പം നല്ല കൈക്ക് നീരായി, കൈ വളഞ്ഞു, വിരള് താന്നു, സ്പീഡ് കുറഞ്ഞു. അതെ. അപ്പോൾ ഇനി ആയുർവേദം കഴിച്ച് അതിന്റെ ആ ഒരു പവർ ഇങ്ങനെ പിടിച്ചു വന്നാലല്ലേ എല്ലാം മാറത്തുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്തായാലും മറ്റുള്ള അസുഖങ്ങൾ വരത്തില്ലെന്നുള്ള സമാധാനം ഉണ്ടല്ലോ. കിഡ്നി അടിച്ചു പോകത്തില്ല, ലിവർ അടിച്ചു പോകത്തില്ലല്ലോ, അത് മതി. ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുമല്ലോ. ഞങ്ങള് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇവിടെ വന്നായിരുന്നു കേട്ടോ. അന്നേരം ഗബ്രൂട്ടൻ കുഞ്ഞായിരുന്നു, എനിക്ക് തീരെ നടക്കാൻ വയ്യ. അന്ന് ഇതിലെ കൂടെ കിച്ചാൻ എടുത്തോണ്ട് പോയ നാസിർ ഷെമിയായിരുന്നു. ആ സമയത്ത് എനിക്കും വയ്യാതിരിക്കും, ശ്വാസം മുട്ടലുള്ള സമയം എന്താ എടുത്തോണ്ട് പോകും, ഞാൻ നിന്ന് കിതയ്ക്കും, പഴയെടുക്കും, ഇങ്ങനെ അടയ്ക്കും, പിന്നെ എടുക്കും, പിന്നെ അടയ്ക്കും. അപ്പൊ പിന്നെ പതുക്കെയാണേലും നടക്കാലോ. ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഇവിടുത്തെ കാഴ്ചകൾ നമ്മുടെ കേരള ബ്രദേഴ്സിനകത്താണെങ്കിൽ, കേരള ബ്രദേഴ്സ് ചാനൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുൾ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ നാസിയും കൂടെ വന്നിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗബ്രൂട്ടൻ നടക്കുന്ന കാണിക്കാവേ. ഓ ഗബ്രൂട്ടൻ നടക്കുന്നുണ്ട് അങ്ങ്. ഗബ്രൂട്ടന് ഗിഫ്റ്റ് കിട്ടിയ ചെരുപ്പും ഡ്രസ്സും ആണ് കേട്ടാ. ഗബ്രൂട്ടൻ അങ്ങ് നടക്കുവാണേ. അവരൊത്തിരി ദൂരെയാണ് കേട്ടോ, കൊറേ ദൂരെ അവര് നടക്കുന്നത്. ഇവിടെ വരെ കേക്കാ ചെരുപ്പിന്റെ പി സൗണ്ട്. വണ്ടി വരുന്നേ. അവരങ്ങ് ഒത്തിരി മുമ്പേ പോയി, ഞങ്ങളിങ്ങനെ പയ്യെ നടന്നു വരിക. ഞാൻ പതുക്കെ നടക്കുന്നോണ്ടാട്ടോ ഇച്ചാൻ എന്റെ കൂടെ പതുക്കെ നടക്കുന്നേ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, വള്ളത്തിൽ പോവാം, അതുപോലെ തന്നെ മറ്റേ കയാക്കുണ്ട്, പെഡൽ ബോട്ടുണ്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ സ്ക്രീനറി കണ്ടില്ലേ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഫ്രൈഡേ ആയതുകൊണ്ടാട്ടോ തിരക്കില്ലാത്ത. അല്ലാത്ത സമയത്ത് തിരക്കാണ് ഭയങ്കര. ഞായറാഴ്ച ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. ഡോറ വേണ്ടേ ക്ഷീണിച്ച് മടുത്തിരിപ്പുണ്ട് ഡോറ. ഇങ്ങനെ ഇവിടെ എങ്ങനെയുണ്ട് നടന്നിട്ട് ഇത്ര നേരം? ഇപ്പൊ അങ്ങനെ വേന തോന്നിക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോ ഭയങ്കര നീരും വേനയും തോന്നിക്കും. നല്ല വെയിലുണ്ട്. അവിടെ ഇത്രയും ദൂരം വന്നു, നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ വന്നേക്കുന്ന ഇപ്പൊ ഒരു 11-12 മണി സമയത്താണ് നമ്മൾ എത്തിയേക്കുന്നത്, അതുകൊണ്ട് ഉച്ച പൊട്ടുന്ന വെയില. പക്ഷെ മഴയുണ്ടെങ്കിൽ നമുക്ക് നടക്കാനെല്ലാം പാടല്ലേ, വെയിലായതുകൊണ്ട് സൈഡിലൊക്കെ തണലുണ്ട്. സൈഡിൽ ഈ കണ്ടൽക്കാട് പോലത്തെ സംഭവങ്ങളുള്ളതുകൊണ്ടേ, കണ്ടൽക്കാടല്ല ഇത്, വേറെന്തോ മരമാണ് ഇത്. പക്ഷെ എങ്കിലും നമുക്ക് ഇരിക്കാനായിട്ട് ഒരു തണലുണ്ട്. ഇപ്പൊ നേരത്തെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ബെഞ്ച് ഉണ്ടായിരുന്നു, ഇരുമ്പിന്റെ ബെഞ്ച് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബെഞ്ച് ഇടുവാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നടന്ന് ഇരുന്നിട്ട് ഇപ്പൊ ഇതിൽ കൂടെ നടക്കാൻ പറ്റും കേട്ടോ. ചില സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. നമ്മുടെ കേരള പ്രദേശിലെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഇതിലെ കൂടെ പോകുന്ന വെള്ളത്തിൽ കൂടെ നടന്നാ പോകുന്നത്. ഇവിടെ എല്ലാം വെള്ളം കയറും. ഈ റോഡൊന്നും കാണാൻ പറ്റില്ല, റോഡിൽ ഫുള്ള് വെള്ളമായിരിക്കും. പക്ഷെ ഇപ്പോഴും ചില വെള്ളമില്ല, ഇപ്പൊ വെള്ളം കിടപ്പില്ല എന്തോ ഭാഗ്യത്തിന്. അന്ന് ഫുള്ളി വെള്ളത്തിൽ കൂടെ ഞങ്ങൾ നടന്നാണ് കേരള പ്രദേശിലേക്ക് നമ്മൾ വീഡിയോ എടുത്തതെന്ന്. നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഒരു 3 മണി 4 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ പൊളിയാണ്, നല്ല സെറ്റപ്പാ. ഇതിപ്പം അത്രയും വെയിലുള്ളതുകൊണ്ടേ എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല, കണ്ണ് മഞ്ചലിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടേ ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ, അതിന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണേ. അത് സാഹസികമായിട്ട് കുറച്ചധികം തന്നെ എടുത്തു. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് വെള്ളമായിരുന്നു, അതുകൊണ്ട് വെള്ളത്തിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങോട്ട് എടുക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടൊക്കെ ഇങ്ങോട്ട് പോരുന്നു. എന്തായാലും ഇവിടെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഭയങ്കര കുണ്ടും കുഴിയാ. പിന്നെ അങ്ങോട്ട് ഒരുപാട് അങ്ങ് പോകണം, കുറെ പോകാൻ പറ്റും, പക്ഷെ അത്രയും ഡോറയും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിക്കും. ഇവിടെ എല്ലാം കറങ്ങി കണ്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു.
നമ്മുടെ ഗബ്രൂട്ടിന് നടക്കണം കേട്ടോ, ഗബ്രൂട്ടിന് നടക്കണം. വേണ്ടില്ലേ ഗബ്രൂച്ചേ? എവിടെ പോവാ? എവിടെ പോവാ? കായലവിടെ പോണ്ട, കായലവിടെ കേട്ടോ. ഗബ്രൂച്ചാണെങ്കിൽ ഡോറ എടുത്തോട്ട് ഡോറയും വിളിച്ച് നടക്കാൻ വേണ്ടിട്ടോ. അമ്മയ്ക്ക് വയ്യ പൊന്നോ, അമ്മയ്ക്ക് അതിലും വലിയ അതെന്നാന്നറിയാവോ, കുറച്ചു മുന്നേ അച്ഛനും അമ്മയും കയ്യെ പിടിച്ച് പ്രിൻസിയും കയ്യെ പിടിച്ച് നടന്നു വന്നേ. അപ്പൊ അതുകൊണ്ട് എന്നെയും വിളിക്കുക. അതൊന്നും പിടിക്കണ്ട, കറണ്ടാ. അയ്യോ ഗബ്രൂസിന്റെ തൊപ്പിയുടെ നടക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ധൃതി, നടക്കാൻ വേണ്ടിട്ട് ധൃതി കാണിച്ചോണ്ടിരിക്കുക. ഇപ്പുറത്ത് ഭയങ്കര കായലാട്ടോ, അഷ്ടമണിക്കായലാണ്. ഓട്ടം നോക്കി ചിരി വരുന്നുണ്ട് ഞങ്ങൾക്ക്. അയ്യോ, കഴിഞ്ഞ തവണ ഗബ്രൂസ് വന്നപ്പോ ഇത്രയൊന്നും ആയില്ലായിരുന്നു, 1 വയസ്സ് പോലും ആയില്ലായിരുന്നു. ഇപ്പൊ എന്നെ കൂടെ മറിച്ചിട്ടേക്കല്ലോ. എന്നെ കൊണ്ടാടി തരത്തില്ല, തരത്തില്ല. നമ്മളിവിടെ വന്നപ്പോഴേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു കേട്ടോ, ഒരു കുഞ്ഞു മോളെ. അപ്പൊ അവരമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് നമ്മളെ കാണാൻ വേണ്ടി അവിടുന്ന് ഓടി വന്നു കേട്ടോ. വന്നോണ്ടിരുന്നപ്പോഴത്തേന് ഒരാൾ ഓടി വരുന്ന കണ്ടു കേട്ടോ. അപ്പൊ ഇവളുടെ അമ്മ പറഞ്ഞായിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെന്ന്, അങ്ങനെ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ. പേര് നമുക്ക് ചോദിക്കാം കേട്ടാ, പറ പേരൊക്കെ പറ. പേര് ദീർഘ. ചുമ്മാ സ്കൂളായിട്ട് പറഞ്ഞാൽ മതി, നമ്മൾ ഇന്റർവ്യൂ ഒന്നുമല്ല. പറഞ്ഞോ. ദീർഘ എന്റെ പേര്. എത്ര പഠിക്കാം മോളെ? 6. നമ്മള് അറിയത്തില്ലായിരുന്നു എന്ത് വിദ്യാഭ്യാസം എന്താന്ന് കേട്ടോ. മോള് പറയുമ്പോഴേ അറിയുന്ന വിദ്യാഭ്യാസം എന്താണെന്നുള്ള കാര്യം പോലെ. വീട്ടിൽ വിളിക്കുന്ന പേരാ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? പൂമ്പാറ്റ. നമ്മളോട് പറഞ്ഞ പേര് അതായിരുന്നില്ലേ? നമ്മുടെ എനിക്ക് ഞാനിപ്പോൾ ഒരു 4 വർഷം കൊണ്ട് ഈ ബോട്ടിംഗ് മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. അതൊരു സ്ഥിര വരുമാനമാക്കിയാണ് പോകുന്നത് മുന്നോട്ട്. എൻ്റെ വീട് പിന്നെ ഇവിടെ ഈ അഷ്ടമണിക്കായലിൻ്റെ തീരത്ത് തന്നെയാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ കാണുന്നൊരു കാഴ്ച കേട്ടോ, ഇവിടെ നമ്മൾ സാധാരണ എങ്കിലും കാണുന്ന കണക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കാര്യങ്ങളില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കണക്ക് അവർ തന്നെ കളക്ട് ചെയ്ത് ഇവിടെ ഉണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഇടാൻ സമ്മതിക്കത്തുമില്ല. വരുന്നവരുടെ അടുത്ത് തന്നെ അവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ചേട്ടൻ്റെ ബോട്ടിങ്ങിൽ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാനാണ്. ചേട്ടൻ നമ്പർ പറയും, നമ്മൾ അതുപോലെ തന്നെ ഇതിൽ പിൻ ചെയ്ത് വെച്ചേട്ടോ. ചേട്ടൻ നമ്പർ പറഞ്ഞോ. എൻ്റെ നമ്പർ 98 47 94 56 53. അപ്പോൾ ആർക്കെങ്കിലും വള്ളത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാമെന്ന്. ഇപ്പോൾ ചേട്ടൻ ഡീറ്റെയിൽ പറഞ്ഞില്ല, അതായത് 1 മണിക്കൂറത്തേക്ക് വെറും 700 അല്ലേ? 600 രൂപയുള്ളൂ. അത് 7 പേർക്ക് പോകാവുന്നതാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ അത്യാവശ്യം കാണണമെങ്കിൽ 2-2.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും എല്ലാം. തന്നെ. അപ്പോൾ ഫുള്ള് അതായത് ആ ചേട്ടൻ കറക്റ്റായിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി ഇവിടെ കാണേണ്ട എവിടെ എല്ലാം ഉണ്ടോ അവിടെ എല്ലാം കാണിക്കും. പിന്നെ വില്ലേജ് ടൂറിസം, അങ്ങനെ എസ് വളവല്ലേ? അതെ, മൺട്രോത്ത് എസ് വളവ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഇത് മേടിച്ചു കഴിഞ്ഞാൽ അവർ ഈ 1 മണിക്കൂറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ ഒന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുത്തുള്ളൂ. പക്ഷെ നമ്മൾ അറിയാവുന്ന റോഡ് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ഥലങ്ങളെല്ലാം കണ്ടുവരാം. നമ്മളിവിടെ കൊണ്ടുവന്ന് മൺട്രോത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അല്ല ചുമ്മാ സ്ഥലം കാണാൻ വരുന്നവരെ കൊണ്ടുവന്ന് അവിടെ വെള്ളത്തിൽ ഇറക്കി കാടുകളും കാണിച്ച് അങ്ങനെ കൊണ്ടുവരുമല്ല. നമ്മൾ മൺട്രോത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് വരുന്ന ഗസ്റ്റുകളെ നമ്മൾ വിടത്തുള്ളൂ. അതാ, ഫോട്ടോ എടുക്കാനാണെങ്കിലും റെസ്റ്റ് ചെയ്യാനാണെങ്കിലും കാണാനായിട്ടും എല്ലാം ഇല്ലേ. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ വന്നിട്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. സ്ഥലം കാണാൻ ചെരുപ്പുണ്ട് കളഞ്ഞു കേട്ടോ. പിന്നെ ഒരു വള്ളത്തിൽ പോയി ചേട്ടനെ എടുത്തോണ്ടും തന്നത് എന്തായാലും അങ്ങ് വരെ പോയായിരുന്നു ചെരുപ്പ്. പിന്നെ അവിടെ നിന്ന് എടുത്തോണ്ടും തരുമായിരുന്നു. ഇതെല്ലാം കിട്ടിയോടാ ചൂണ്ടയിട്ടിട്ട്? എന്തേലും കിട്ടും. അതിന് തീറ്റ ഇട്ടിട്ടുണ്ടോ? അമ്മയുടെ കുപ്പിന്ന് വെള്ളം കുടിക്കുവാണേ. ചുമ്മാതെ കുടിക്കത്തൊന്നുമില്ല. നമ്മുടെ ഗബ്രൂട്ടിനെ ഒഴിവാക്കിയിട്ട് എല്ലാരും ഐസ്ക്രീം തിന്നാ. എന്താ
സ്വന്തം അമ്മ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് ഐസ്ക്രീം കഴിക്കും. നാളുണ്ടോ നിനക്ക്? ഉളുപ്പുണ്ടോ? ഇത് കൊടുത്തിട്ട് നാളെ ആശുപത്രി കിടക്കാണ്. ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണം തോന്നിയപ്പം ഐസ്ക്രീം കഴിക്കാൻ കയറിയതാ. പേപ്പർ ഉണ്ടോ, പേപ്പർ വല്ലതും ഉണ്ടോ നോക്കിട്ട് അമ്മ നക്കി നോക്കുന്നു. അപ്പൊ കൂട്ടുകാരെ ഞങ്ങള് എന്താ പറയാ മൺട്രോത്തുരുത്ത് അത്യാവശ്യം എല്ലാം കണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗൈഡ് നമുക്ക് നമ്മുടെ പ്രശാന്തേട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൂമ്പാറ്റ അതുപോലെ പൂമ്പാറ്റയ്ക്ക് ഒരു അനിയനുണ്ട് കേട്ടോ. അനിയൻ പിടിച്ച കുറച്ച് മീനൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ കണ്ടു നേരത്തെ, പക്ഷെ എന്തെങ്കിലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആയുഷ് കാശിന്ന് വീട്ടിൽ വിളിക്കും. അപ്പോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാല് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്തൂടെ ട്രാവൽ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ വരുന്നവരെല്ലാം ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതൊരു കൊളാബറേഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ചേട്ടനായിട്ട് കുറച്ച് സംസാരിച്ച് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നോക്കിയപ്പോൾ ഞാൻ അതായത് എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് റേറ്റും കുറവാണ്, കുറച്ച് കൂടുതൽ നമുക്ക് സ്ഥലങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്ന് തോന്നി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ചേട്ടനായിട്ടുള്ള വീഡിയോസ് എടുത്ത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ.